ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോനെ നമ്മൾ വാക്കിങ്ങിന് കൊണ്ടുപോകാൻ പോകണം. വാക്കിങ്ങിന് കൊണ്ടുപോകുന്നത് കാണിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നമ്മൾ വാക്കിങ്ങിന് പോകുമ്പോൾ പാട്ട് കേൾക്കുക, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചിന്തയിൽ പോയി കഴിഞ്ഞാൽ ഡോഗ് നമ്മുടെ കയ്യിലാണ് നമ്മൾ ഓർമ്മയാണ്. നമ്മൾ ഡോഗായിട്ടാണ് പോകുന്നത്, നമ്മൾ ഫ്രണ്ട് കൂട്ടുകാരൻ ആയിട്ട് സംസാരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ ഫീലിങ്ങിൽ പോകണം. അതുകൊണ്ട് ഞാൻ പുറത്ത് പോകുന്ന ഒരു വീഡിയോ കാണിക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ വാക്കിംഗ് ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതിനോടൊപ്പം നമ്മുടെ ഡോഗിന് കൊടുക്കുന്ന ഫുഡ്, മെഡിസിൻസ്, നമ്മുടെ ലിയോൻ്റെ ടോയ്സൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ലിയോ കേജിൻ്റെ ഉള്ളതാണ് കേട്ടോ. വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ്, അവൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, എൻ്റെ ഇൻട്രോ പറയുന്നത്. അതുകൊണ്ടാണ് അവനവിടെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ആ ഭാഗങ്ങളൊക്കെ പോയി കണ്ടിട്ട് പോവാം. അപ്പോഴേക്കും ഞാൻ ഔട്ട്രോയ്ക്ക് കൊണ്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ബൈ. ലിയോ വന്ന് കഴിയുമ്പോൾ കഴിക്കാനുള്ള ഫുഡാണ് പുല്ലൂർക്കാണ്ടത്. പുല്ലൂർക്ക് പിന്നെ സിർലാക്ക് പിന്നെ N90 ഒക്കെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുത്തതാണ്. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നതിനിടയ്ക്ക് ഇത് നല്ലതാണ്, നല്ല പപ്പയൊക്കെ നല്ല തടി വയ്ക്കാനായിട്ട് നല്ലതാണ്. ഇത് ഫുഡ് കഴിച്ച് വരുമ്പോൾ കൊടുക്കാനുള്ളത്, നടന്നിട്ട് വരുമ്പോൾ കൊടുക്കാനുള്ളത്. ഇതിന് കുറച്ച് ട്രീറ്റ്സ് നമുക്ക് എടുക്കാം. വാക്കിൻ്റെ സമയത്ത് അവൻ എവിടെയെങ്കിലും തെക്കൊക്കെ പോവുകയാണെങ്കിൽ അതവനെ മാറ്റാനുള്ള കുറച്ച് ട്രീറ്റ്സ് എടുക്കാം. ഇത് ലിയോന് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് കേട്ടോ. ഇത് കൊടുക്കുന്നുണ്ട്, പെറ്റ് കെയറിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്, പിന്നെ L52 കൊടുക്കുന്നുണ്ട്, പിന്നെ സ്കിന്നിൻ്റെ മെഡിസിനാണ് ഇത് കൊടുക്കുന്നത്. ഇതിനേക്കാൾ നല്ല ഫ്രണ്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിരിക്കും. പക്ഷെ നമ്മൾ ഡോക്ടർ തന്നതാണ്, അതുകൊണ്ടാണ് പിന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഈ കാൽസ്യത്തിൻ്റെ ഈ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മുടെ എല്ലിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഗുണമാണ്, അതുകൊണ്ട് ഇതും കൊടുക്കുന്നുണ്ട്. മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. ഇപ്പോൾ L52 ഭക്ഷണത്തിൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലിവറിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഡൈജസ്റ്റിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇത് അതിൻ്റെ ബോണിനൊക്കെ നല്ലതാണ്. നമുക്ക് കുറച്ച് ട്രീറ്റ് എടുത്ത് നമുക്ക് വാക്കിങ്ങിന് ഇറങ്ങാം. പിന്നെ നമ്മൾ ഡോഗിന് കൊടുക്കുന്ന ഫുഡും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. N90 ആണ് നമ്മൾ കൊടുക്കുന്നത്, ലാംബ് ആൻഡ് പംകിൻ ബെറി. നല്ല ഫുഡുണ്ടോ, നല്ല ഫുഡാണ്. പപ്പിക്ക് നല്ല ഗ്രോത്ത് കാണിക്കും. ബോൺസിനെ ഇത് വെച്ചാൽ പപ്പി ഇങ്ങനെ റോയൽ കനാൻ കൊടുക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ എന്താ പറയുക, നല്ലൊരു സ്ട്രെങ്ത്ത് ഒക്കെ പപ്പിക്ക് കിട്ടും. ഇതിപ്പോൾ മീഡിയം ആൻഡ് മാക്സ് ആണ്. മിനിയാണ് ഞങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ 100 ദിവസത്തിന് മുകളിലായി. അപ്പോൾ അതുകൊണ്ട് മാക്സ് ആൻഡ് മീഡിയം എടുത്തു. ഇതാണ് ഇനിയുള്ളതിൽ സ്റ്റേജിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് പപ്പിയുടെ ഫുഡും മെഡിസിൻ്റെയും കാര്യങ്ങൾ. ഇപ്പോൾ വാക്കിങ്ങിനായിട്ട് പോകാൻ പോവാണ്. നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞാണോ നോക്കാം, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് കൊടുക്കില്ല കേട്ടോ, പീസായിട്ട് കൊടുക്കാം. വാക്കിങ്ങിന് പോകാം, അതിൻ്റെ കുറച്ച് പരിപാടിയുണ്ട്. ഇപ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എടാ ലിയോ, നിന്നെ സിനിമയിലെടുത്തടാ. തീർന്നു. ഇത് വേണം നിനക്ക്? തരില്ല. നോ. ലിയോന്റെ കോഴീനെ കടിക്ക്. അപ്പോൾ ഔട്ട്ഡോർ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാടൊന്ന് ചെറിയ രീതിയിലൊന്ന് കാണിച്ചു തരാം. ഞാനങ്ങനെ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല, കുതിർത്തുന്ന കൊച്ചാണ്, കൂട്ടുകാരൊക്കെ കളിയാക്കെങ്കിലും. പക്ഷെ നമുക്ക് ഇതിങ്ങനെ ചെയ്യാമെന്നൊരു എൻ്റർടൈൻമെൻ്റ് ആണോ. നമുക്കൊരു 20 പേര് കണ്ടെങ്കിൽ 20 പേര് കണ്ടാൽ മതി. പക്ഷെ നമ്മുടെ ഒരു മനസ്സിൻ്റെ റിലീഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബും ഇങ്ങനത്തെ ഓരോ വീഡിയോസിനൊക്കെ പറയുന്നത്. ലിയോ പുറത്ത് പോയിട്ട് വരാട്ടാ, പോടാ പോപ്പയെന്ന്.
വേറെ ലെവല്. അപ്പോൾ നിങ്ങൾക്ക് ലിയോന് കൊടുക്കുന്ന ഫുഡും പിന്നെ ആ കാര്യങ്ങളൊക്കെ കണ്ടുവല്ലോ. ശരിക്കും N90 കൊടുത്തത് ഞാൻ അത്രയും നല്ലതാണ്. ഞാനത് പറയാൻ വീണ്ടും എല്ലാ വീഡിയോയിലും എടുത്തു കാരണം എനിക്ക് ആ കമ്പനി പ്രൊമോഷൻ ഒന്നും തരുന്നില്ല. പക്ഷേ അത്രയും നമുക്ക് ഗുഡ് റിസൾട്ട്സ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ വീടല്ല നാടും വീടൊക്കെ കണ്ടിട്ട് നമ്മുടെ പിണ്ടിൽ പാടം കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഔട്ട്രോയിലേക്ക് പോകാട്ടോ. ബബായി ഇല്ല, ഇനി ബബായി ഒന്നുമില്ല. ഞാനിങ്ങനെ നടന്നു. കാരണം ഇവിടെ ഇപ്പോൾ കൊറോണ അങ്ങോട്ട് ബാധിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ വലിയ രീതിയിൽ ഈ പരിസരത്ത് വലുതായിട്ടില്ല. എന്നാലും വീടിൻ്റെ ഫ്രണ്ടിലൂടെ താറാവും ഇതൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ ടെൻ്റ് അടിച്ചിട്ടില്ല, അതൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പാടം കാണുന്നത് ഭയങ്കര ഭംഗിയാണ്. അതൊന്ന് കാണിച്ചു തരാം. അതാണ് എന്നെ എന്നെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പാടവും സ്ഥലങ്ങളൊക്കെ കണ്ടോളൂ. ഡയറക്റ്റായിട്ട് പോയി കണ്ടോ. വാവ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിപ്പോൾ ഇങ്ങനെ കണ്ട പോലെയല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം നെല്ല് കൃഷി ചെയ്യും, അത് കഴിഞ്ഞ ശേഷം നെല്ല് കൃഷി ചെയ്യും. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുവെള്ളരി ചെയ്യും. ഇല്ലാണ്ട് കുറെ കേൾക്കുന്നുണ്ടോ? പൊട്ടുവെള്ളരി ചെയ്യും. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ട് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ നാട്. അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇതായിരിക്കും. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുട്ടനാടൊക്കെ പോലെ തന്നെ ഇല്ലേ, അത്രയും മനോഹരമാണ് ഞങ്ങളുടെ നാട്. ഈ ഒരു കാഴ്ചയ്ക്ക് ഫ്രണ്ടിലാണ് എൻ്റെ വീട്. കാരണം ഭയങ്കര ലുക്കാണ്. എന്താ പറയുക, എന്നെപ്പോലെ തന്നെ എൻ്റെ നാടും ഭയങ്കര ലുക്കാണ്. എന്താ ചെയ്യല്ല എൻ്റെ കോമഡി. അത് കണ്ടുകൊണ്ട് മടുത്തുള്ള. ഇനി അങ്ങോട്ടും ഉണ്ട് കേട്ടോ. അവിടെ പക്ഷേ വെളിച്ചമാണ്. ഇവിടുന്ന് ഇങ്ങനെ സൈഡ് കൊണ്ട് വെളിച്ചിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. അവിടെ ടെൻറ്റ് കെട്ടിയുന്ന കൃഷിയുടെ സാധനങ്ങൾ നമുക്ക് ദൂരം കാണാൻ പറ്റില്ല. എനിക്ക് പക്ഷേ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ആരും നെഗറ്റീവ് അടിച്ച് കമൻ്റ് ഇടണ്ട. വാക്കൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് അവനെ കേജിലേക്ക് പോയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവനൊരു ക്ഷീണം ഉണ്ടാവും. നമ്മൾ അവനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടേക്കാണ്. നമ്മൾ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കും. ലിയോ ഫുഡ് കഴിക്ക്. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഫുഡ് കഴിക്കണ്ടേ നമുക്ക്? ഇന്നിപ്പോൾ ഉറങ്ങണം. കടിച്ചോ നക്കിയോ? നക്കണുള്ളൂ, കടിക്കണില്ലേ? ക്യാമറ അതേ നിന്നെ സിനിമയിലെടുത്തടാ. എവിടെ മൈൻഡ്? ഇതല്ലയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേസ്റ്റ് ആക്കണ്ട, അവന് കൊടുത്തേക്കാം. അതായത് നിങ്ങളുടെ ഡോഗ് കൂട്ടിലൊക്കെ ഇരിക്കാം. ആ കൂട്ടിലിരുന്നിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കേജിൽ വെച്ചിട്ട് അവന് ട്രീറ്റ്സ് കൊടുക്കുക. എന്നിട്ട് അവൻ അത് കൂടെ അടയ്ക്കാതെ തന്നെ അവൻ്റെ ഉള്ളിൽ നിന്ന് അവന് ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ അവന് മനസ്സിലാവും, ഇതെൻ്റെ വീടാണ്, ഇവിടെ നിന്ന് എനിക്ക് ഫുഡ് കിട്ടും, ട്രീറ്റ് കിട്ടും എന്നൊക്കെ അവന് മനസ്സിലാവും. അല്ലേ ലിയോ? ആന്ന് പറ. കഴിക്കാണോ നോക്കുന്നത്? കയ്യിൽ ട്രീറ്റ് ഉള്ളതുകൊണ്ടേ കയ്യിലേക്കാണ് അവൻ്റെ നോട്ടം. തരില്ല. നമ്മുടെ പാടം നമ്മളെല്ലാ ഭാഗവും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ ഈ പാടം എന്ന് വെച്ചാൽ മനോഹരമാണെന്ന് ഞാൻ കാണിച്ചല്ലോ. പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്നു പോയിട്ട് കാണിച്ചു തരാം കുറച്ചും കൂടി ഭാഗം. ഞാൻ ചുമർത്ത് മാസ്ക് ഇട്ടതാണ്. പല പോലീസും വന്നിട്ട് ഇനി തന്തയ്ക്കും തലയ്ക്കൊന്നും വിളിക്കണ്ട, തെറി വിളിക്കണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നടക്കാൻ പറ്റില്ലോ എന്നൊന്നും എനിക്കറിയില്ല. ഒന്നല്ലെങ്കിൽ പാമ്പ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതായത് ഈ വീഡിയോ കാണില്ല, അല്ലെങ്കിലും പിന്നെ മനസ്സിലാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ശരി, ഇറങ്ങിപ്പോയി എന്താവോ എന്തോ. നമ്മൾ നേരത്തെ നിന്ന് സംസാരിച്ചത് അവിടെ ഒരു തിട്ടിൻ്റെ ഭാഗത്തോട്ടോ. അവിടെ നേരൊരു നമുക്കൊരു പള്ളി കാണാൻ പറ്റണമെന്നറിയില്ല. അതാണ് ഞങ്ങളുടെ പള്ളി. നമ്മൾ നേരത്തെ കണ്ട സ്ഥലം. അവിടെ വെളിച്ചമാണ്, അതുകൊണ്ട് അങ്ങോട്ട് നീക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, ഞാനങ്ങോട്ട് പോകാനായിട്ട് നോക്കി. അപ്പോൾ അവിടെ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി മറക്കാതെ ഒന്നും പറയണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഡിസ്ലൈക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.